ജീവനക്കാരെ എങ്ങനെയെല്ലാം സെലക്ട് ചെയ്ത് നോക്കിയാലും ശരി ആളുകൾ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതും പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൂടെ വന്ന ശേഷം അവർ ചിലപ്പോൾ അയക്കുന്ന ബയോഡാറ്റ എല്ലാം കണ്ടു കഴിഞ്ഞാൽ അത്രയും ഇമോഷണൽ ആയിട്ട് എഴുതിയിട്ട് ചിലപ്പോൾ നമ്മൾ തന്നെ കരഞ്ഞു പോകും, ശരിയല്ലേ? പക്ഷേ അവരെടുത്ത് ജോലിക്ക് വെക്കുമ്പോഴാണ് അവരുടെ തനി സ്വഭാവം പലപ്പോഴും അറിയുക. ചിലപ്പോൾ എന്തിനാ എടുത്തതെന്ന് തോന്നും. വേറെ വഴിയില്ലാതെ അവരെ മാനേജ് ചെയ്തു പോകുന്ന ഒരുപാട് പേരുണ്ട്. അത് മാത്രമല്ല, അവരുടെ താല്പര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഒരു ക്യാരക്ടറുമായിട്ട് അവർ മാച്ച് ചെയ്ത് പോകുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള പെർഫോമൻസ് അവിടെ നിന്ന് കിട്ടുന്നില്ല. ഓക്കെ, ഇതെല്ലാം നമ്മൾ എന്ത് ബേസ് ചെയ്തിട്ടാണ്? ഒരു ബയോഡാറ്റ ബേസ് ചെയ്തിട്ടും ഒരു ഇന്റർവ്യൂ ഫേസ് ചെയ്തിട്ടുമാണ് നമ്മൾ ഇതെല്ലാം എടുത്തിരിക്കുന്നത്, അല്ലെ? അപ്പോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് അവർ ചാറ്റ് ജി പി ടിയോടോ അല്ലെങ്കിൽ ജെമിനോടെല്ലാം ചോദിച്ചിട്ട് എങ്ങനെയാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, ഇന്ന കമ്പനിയാണ് ഇതെല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനനുസരിച്ചിട്ടുള്ള എന്താ പറയാ പ്രിപ്പറേഷനും കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല, അല്ലെ? ജെന്യൂൻ ആയിട്ടുള്ള ഒരു എംപ്ലോയീസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ടെക്നിക്ക്, അതായത് ജപ്പാനിലെല്ലാം ഉപയോഗിക്കുന്ന, വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണിത്. ഓക്കെ, അപ്പൊ ആ ടെക്നിക്കിന്റെ ഇതെന്താണെന്ന് പറഞ്ഞല്ല, നമ്മളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ബ്ലഡ് ഗ്രൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഓക്കെ ഒരാളെ എങ്ങനെ അസസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ മാറ്റാം, അല്ലെ? പക്ഷേ ബ്ലഡ് ഗ്രൂപ്പ് മാറ്റാൻ പറ്റുമോ? ബ്ലഡ് ഗ്രൂപ്പ് മാറ്റാൻ പറ്റില്ല. നിങ്ങൾ എ ഗ്രൂപ്പ് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ബി ഗ്രൂപ്പ് കുത്തിവെക്കുമെന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കാൻ പറ്റില്ല. അപ്പോൾ ടൊക്കോറ്റി ഫൊറോക്കോവ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ്, ഓക്കെ, സയന്റിസ്റ്റ്, അദ്ദേഹം വളരെ വലിയ രീതിയിൽ സ്റ്റഡി ചെയ്തിട്ട് അറൈവ് ചെയ്ത ഒരു വേ ആണ്, എന്താ പറയാ, ബ്ലഡ് ഗ്രൂപ്പ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അത് ബ്ലഡ് ഗ്രൂപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരാളുടെ ക്യാരക്ടർ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ളത്. ഞാൻ 100% ശരിയെന്ന് പറഞ്ഞില്ല, പക്ഷെ ഒരു 70 മുതൽ 80% വരെ അത് ശരിയായിരിക്കും. ഒന്നുമില്ലാത്ത സ്ഥലത്ത്, ഒന്നുമില്ലാതെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നതിനേക്കാളും ഭേദമല്ലേ ഈ ഒരു രീതിയിലെങ്കിലും നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ, അപ്പോ നമുക്ക് അത് എന്താണ് എന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഫുറോക്കാവ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഓക്കെ, എന്റെ തനിക്ക് ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യണേ. നമ്മുടെ കമന്റിൽ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണ് എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് ഇവിടെ കമന്റിൽ ഇടണം കേട്ടോ. ജിജ്ഞാസ കൊണ്ടാണ്. എന്നിട്ട് നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇട്ടിട്ട് ഇത് എത്ര ശതമാനം നിങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുമായിട്ട് മാച്ച് ആവുന്നുണ്ടെന്ന് ഒന്നുകൂടി. ഇപ്പോ ഉദാഹരണത്തിന് നിങ്ങൾ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ് ആണെന്ന് വെച്ചോളൂ. ബി പോസിറ്റീവ്, ഓക്കെ, എന്നിട്ട് 70% അല്ലെ 80%, അതും അല്ലെങ്കിൽ 100% എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മെൻഷൻ ചെയ്യാം. അങ്ങനെ കമന്റിൽ നിങ്ങൾ അങ്ങനെ ഇടുകയാണെങ്കിൽ നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അല്ല, കുറച്ചുകൂടി നമുക്ക് തന്നെ സ്റ്റഡി ചെയ്യുന്ന പോലെ ആവുമല്ലോ, നമുക്ക് എല്ലാവർക്കും ഉപകാരം. ശരിയല്ലേ? അപ്പോൾ എ ഗ്രൂപ്പ് പീപ്പിൾ എന്ന് പറയുന്നത് അവരുടെ പോസിറ്റീവും നെഗറ്റീവ് എന്ന് പറയുന്നതിന് പകരം ടു ബി ഇംപ്രൂവ്ഡ്, കുറച്ച് നെഗറ്റീവായിട്ട് എഴുതണ്ടെന്ന് പറഞ്ഞു ടു ബി ഇംപ്രൂവ്ഡ് എന്ന് എഴുതിക്കുന്ന. അപ്പൊ അവരുടെ പോസിറ്റീവും അവരുടെ നെഗറ്റീവ് ഏരിയയും ഞാൻ ടു ബി ഇംപ്രൂവ്ഡ് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എ ഗ്രൂപ്പ് പീപ്പിൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ അവർ നല്ല ലോയൽ ആയിരിക്കും. ഓക്കെ, ചെയ്യുന്ന കാര്യത്തിൽ നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നവരായിരിക്കും. പൊതുവെ സിസ്റ്റമാറ്റിക് ആയിരിക്കും, കൺസിസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ ഈ കൺസിസ്റ്റന്റ് എന്ന് പറയുന്ന ഏരിയയിലാണ് ഒക്കെ ചെറിയൊരു ഇത് വരിക. ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെ? സോറി. ഓക്കെ, കൺസിസ്റ്റന്റ് എന്ന് പറയുന്ന ഏരിയയിലാണ് ഒരു പ്രശ്നം. ചില ഈ ഏരിയ മാച്ച് ആവുന്നില്ല. ഓക്കെ, പക്ഷെ അതിന് നല്ല കോപ്പറേറ്റീവ് ആയിരിക്കും. ചെയ്യുന്ന കാര്യത്തോട് വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, അപ്പോ ഇതാണ് എ ഗ്രൂപ്പുകാരുടെ പോസിറ്റീവ്. ഓക്കെ, ലോയൽ, പെർഫെക്ഷനിസ്റ്റ്, സിസ്റ്റമാറ്റിക്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ ഏത് ഏരിയയിലാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക. ഓക്കെ, അതായത് ഇപ്പൊ ഇവരെ പിടിച്ചിട്ട് എന്താ പറയാ, സെയിൽസിൽ ഇട്ടാ പറ്റുമോ? സെയിൽസിൽ ഇട്ടാൽ അവർക്ക് പറ്റില്ല. ഇവരെവിടെയാണ് പറ്റുക എന്ന് വെച്ചാൽ ഓപ്പറേഷൻസിലും അതേപോലെ ക്വാളിറ്റി, ഇങ്ങനത്തെ ഏരിയാസ് എല്ലാം ഉണ്ടല്ലോ. ഓപ്പറേഷൻസ്, ക്വാളിറ്റി, അക്കൗണ്ട്സ്, ഇങ്ങനത്തെ ഏരിയയിലെല്ലാം എ ഗ്രൂപ്പുകാർ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളുടെ ബയോഡാറ്റ അയക്കാൻ പറയുന്ന സമയത്ത് അവരുടെ ബ്ലഡ് ഗ്രൂപ്പും കൂടെ ആഡ് ചെയ്യാൻ പറയാം, വേറൊന്നുമില്ല. ഓക്കെ, അപ്പോ അവർ ബ്ലഡ് ഗ്രൂപ്പും കൂടെ ആഡ് ചെയ്തിട്ട് അവരുമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അതുമായിട്ടും കൂടെ ഒന്ന് തട്ടിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇവരുടെ
ഒരു നെഗറ്റീവ്സുകൾ എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണൽ ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ ഇമോഷണൽ ഔട്ട് പോസ്റ്റ് എന്നെല്ലാം പറയില്ല, ഇമോഷണൽ ആയിരിക്കും. പിന്നെ കുറച്ച് തിങ്കിങ്, നെഗറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് കൂടുതലുള്ള ആളുകളായിരിക്കും. ഓക്കെ, അത് പോസിറ്റീവ് തിങ്കിങ് അല്ല, നെഗറ്റീവ് ആയിട്ട് അയ്യോ ഞാൻ അങ്ങനെ ചെയ്താൽ അങ്ങനെ ശരിയാവുമെന്ന് അറിയില്ലല്ലോ. അപ്പോ ഇവരെല്ലാം കറക്റ്റായിട്ട് എവിടെ മാച്ച് ആവാന്ന് വെച്ചാൽ ഇവിടെ തന്നെയാണ്, അവരുടെ അക്കൗണ്ട്സിലൊക്കെ തന്നെയാണ്, അക്കൗണ്ട്സിലും അതേപോലെ ക്വാളിറ്റിയിലല്ല. നെഗറ്റീവ് തിങ്കിങ് ഉള്ളവർ എങ്ങനെ നോക്കിയാലും നല്ലൊരു പ്രോഡക്റ്റ് കൊണ്ട് അവർ മുമ്പ് കൊടുത്താലും അവരെ നെഗറ്റീവ് തിങ്കിങ് കൊണ്ട് എന്ത് ചെയ്യുക, അയ്യോ ഇത് ടോളറൻസ് ശരിയായില്ല, അല്ലെങ്കിൽ ടോളറൻസ് ഇത്ര വന്നിട്ടില്ല എന്നെല്ലാം പറഞ്ഞാൽ എപ്പോഴും സംശയത്തോടെ നോക്കുന്നത് കൊണ്ട് തന്നെ അവർ ആ ഏരിയയിലെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ സ്റ്റെപ്പ് ഇതെല്ലാം മാച്ച് ആവുന്നുണ്ടാവും. ഏതൊക്കെ ഞാൻ പറഞ്ഞ ഈ രണ്ട് ഏരിയയിൽ സ്റ്റെപ്പ് ഓൺ ആയിരിക്കും. പക്ഷെ ഇവരുടെ ഒരു കുഴപ്പം എന്താണെന്ന് അറിയാമോ? പെട്ടെന്ന് ബേൺ ഔട്ട് ആവും. ബേൺ ഔട്ട് ആവുക എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് ഒരു ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുറച്ച് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അവർ ആകെ ഡ്രെയിൻ ആയി പോകും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് സെയിൽസിൽ ഒരിക്കലും പറ്റില്ല, ശരിയല്ലേ? പെട്ടെന്ന് ബേൺ ഔട്ട് ആവുന്നവരെ. അപ്പൊ ഇവരെ ഈ എ ഗ്രൂപ്പ് പീപ്പിൾ ഇങ്ങനത്തെ ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിലാണെന്നുള്ളത് കൂടെ ചൂസ് ചെയ്യാം. ഓക്കെ, അതേപോലെ അടുത്ത് ബി ഗ്രൂപ്പ്. ബി ഗ്രൂപ്പ് ഇഷ്ടംപോലെ ഉണ്ടാവല്ലോ. ഓക്കെ, ഞാൻ ബി പോസിറ്റീവ് ആണ്. ഓക്കെ, ബി ഗ്രൂപ്പ്. ബി ഗ്രൂപ്പ് നല്ല ക്രിയേറ്റീവ് ആയിരിക്കും. ഓക്കെ, ക്രിയേറ്റിവിറ്റി കൂടുതലായിരിക്കും. ഡിസിഷൻ മേക്കിംഗ്, ഓക്കെ, പെട്ടെന്ന് തീരുമാനം എടുക്കുക. ഓക്കെ, മെമ്പറായിട്ടുള്ള കുറിച്ചൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് തീരുമാനം എടുക്കും. ഓക്കെ, പിന്നെ ഫോക്കസ് കിട്ടാൻ സമയമെടുക്കും. പക്ഷെ ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ ഹൈലി ഫോക്കസ്ഡ് ആയിരിക്കും. ആ, പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വെറുതെ ഒരു മേലാപ്പിൽ എന്ന് പറയില്ല, ജസ്റ്റ് ടോപ്പോഗ്രാഫിക്കലായിട്ട് ചെയ്ത് വെച്ചിട്ട് പോകുന്ന ആളുകളായിരിക്കില്ല ബി ഗ്രൂപ്പിലെ ആൾക്കാർ. അവർ നല്ല ഡീപ്പായിട്ട് അകത്തേക്ക് പോകുന്ന ആൾക്കാരായിരിക്കും. ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല കൂലങ്കുഷമായി ചിന്തിച്ച് അതിന്റെ എന്താ പറയാ അടിക്കല് വരെ നോക്കിയിട്ട് അവർ പുറത്തേക്ക് വരും. ഓക്കെ, അത് പിന്നെ ഭയങ്കര അഡ്വഞ്ചറസ് ആണ്. ഭയങ്കര അഡ്വഞ്ചറസ് എന്ന് പറഞ്ഞാൽ എന്താ തമിഴ് സിനിമയെല്ലാം പറഞ്ഞ റിസ്ക് എടുക്കുന്നതെല്ലാം എங்களுக்கு റിസ്ക് സാപ്പിടമാരി എന്ന് പറയും ഒരു സിനിമയിൽ. അതേപോലെ ഈ ബി ഗ്രൂപ്പുകാർക്ക് ഭയങ്കര ഭയങ്കര ഒരു അഡ്വഞ്ചറസ് എന്ന് വെച്ചാൽ റിസ്ക് എടുക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, പിന്നെ രണ്ടാമത്തത് അവരുടെ നെഗറ്റീവ്, അതായത് ഞാൻ ബി പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ അൺപ്രഡിക്റ്റബിൾ ആണ്. സത്യമാണ്. അൺപ്രഡിക്റ്റബിൾ ആണ്, സെൽഫിഷ് ആണ്. ഓക്കെ, ആ സെൽഫിഷ്, ഞാൻ പ്രത്യേകിച്ച് ഒരു മോനുകളായിട്ട് വളർന്നുകൊണ്ട് എന്റെ കുറച്ച് സെൽഫിഷ്നെസ് കൂടുതലാണെന്നാണ് എന്നെ അടുത്തറിയുന്നവര് പറയുന്നത്. ഓക്കെ, സെൽഫിഷ് ആണ്. പിന്നെ ഒരിക്കലും മറക്കുകയോ പൊറുക്കുകയോ ചെയ്യില്ല. ഓക്കെ, അത് മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഓക്കെ, എന്നുവെച്ചാൽ അത്ര പെട്ടെന്ന് നല്ലതായാലും ശരി ഇതായാലും ശരി നമ്മൾ ഒരിക്കലും മറക്കുകയും പൊറുക്കുകയും ചെയ്യില്ല. പിന്നെ ചില സമയങ്ങളിൽ ഇറസ്പോൺസിബിൾ ബിഹേവിയർ ആയിരിക്കും. ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത പെരുമാറ്റം എന്ന് പറയില്ല, അപ്പൊ അങ്ങനത്തെ ആള് റെസ്പോൺസിബിൾ ആയിരിക്കും. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യില്ല, ഒരു കാരണവശാലും അഡ്ജസ്റ്റ് ചെയ്യില്ല. അഡ്ജസ്റ്റ് ചെയ്യില്ല എന്ന് വെച്ചാൽ എസ്പെഷ്യലി ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നമ്മളൊരു ഇതിലേക്ക് പോവുകയാണെങ്കിൽ ഓക്കെ അത് ഇല്ല, ഞാൻ അണുവിട മാറില്ല എന്നുള്ള രീതിയിൽ. ഓക്കെ, അതാണ് ബി ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത, ഞാൻ ഉൾപ്പെടുന്ന ബി ഗ്രൂപ്പിന്റെ പ്രത്യേകത. Okay. ഇനി അടുത്തത് എ ബി ഗ്രൂപ്പ്. എ ബി ഗ്രൂപ്പ് റയറാണെന്ന് അറിയാലോ, പക്ഷെ എന്നാലും എ ബി ഗ്രൂപ്പ് എങ്ങനെ വെച്ചാൽ അവർ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങളൊന്നും അട്രാക്റ്റീവ് അല്ല എന്നല്ല, പക്ഷെ ഇവർ കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, നല്ല സ്കിൽസ്, അനാലിറ്റിക്കൽ സ്കിൽസ് ഭയങ്കരമായിരിക്കും. ഓക്കെ, നന്നായിട്ട് അനലൈസ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. നന്നായി അവർ ചെയ്യുന്ന കാര്യങ്ങളെ ഭയങ്കര അനലൈസ് ചെയ്ത് ചെയ്യുന്നവരായിരിക്കും. അപ്പോ ഞാൻ നേരത്തെ പറയാൻ പറ്റും, ഈ ബി ഗ്രൂപ്പുകാരെ നമുക്ക് ശരിക്കും സെയിൽസിലെല്ലാം ഉപയോഗിക്കാം. സെയിൽസില്, മാർക്കറ്റിംഗില്, ക്രിയേറ്റിവിറ്റി കൂടുതലാണല്ലോ. സെയിൽസിലും മാർക്കറ്റിംഗിലും എല്ലാം ബി ഗ്രൂപ്പുകാരെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാം. അപ്പൊ ഈ ടു ബി ഇംപ്രൂവ്ഡ് ഏരിയയിൽ മാത്രം കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ. ഇതിൽ ചില ഏരിയയിൽ ഞാൻ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഇത് ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ എ ബി ഗ്രൂപ്പിൽ നമ്മൾ അട്രാക്റ്റീവ് ആയിരിക്കും, ഗ്രേറ്റ് അനലിറ്റിക്കൽ സ്കിൽസ് ഉണ്ടാവും. നല്ല അനലിറ്റിക്കൽ സ്കിൽസ് നല്ല കൂടുതലായിരിക്കും. ഇവരെല്ലാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സീനിയർ പൊസിഷനിലെല്ലാം എടുക്കുമ്പോൾ ഇവർ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കണം. ഡ്രീം ചേസ് ചെയ്യാൻ അവരൊരു ഡ്രീം വെച്ച് കഴിഞ്ഞാൽ അതിനു വേണ്ടി അവർ നല്ലവണ്ണം പണിയെടുക്കും. ഡ്രീം ചേസേഴ്സ് ആണ്. ഓക്കെ, കെയറിങ് ആണ്. ഓക്കെ, നല്ല രീതിയിൽ അവർ കെയർ ചെയ്യുകയും ചെയ്യും. ഫ്ലെക്സിബിൾ ആണ്. പിന്നെ ഇവർക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ട്, പക്ഷെ ക്രിയേറ്റിവിറ്റി മറ്റേതിന്റെ അത്ര വരൂല. ഇതിന്റെ അത്ര ബി ഗ്രൂപ്പിൽ പറഞ്ഞതിന്റെ അത്ര വരൂല. ഓക്കെ, ക്രിയേറ്റീവ് ആണ്. പിന്നെ ഇവരുടെ ഏരിയ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സത്യമായിട്ടുള്ള ക്യാരക്ടർ എന്താണ് എന്ന് ആർക്കും പിടുത്തം കിട്ടൂല. ഓക്കെ, ഒരു ചിലപ്പോ എന്താ പറയാ ഈ ഡുവൽ പേഴ്സണാലിറ്റി, നമ്മുടെ ഈ അന്യൻ സിനിമ, മറ്റേ സിനിമ കണ്ടിട്ടില്ലേ വിക്രത്തിന്റെ, അതേപോലെ അന്യൻ പോലെയാണ്. ചെയ്യാൻ വിക്രത്തിന്റെ സിനിമയിൽ വരുന്ന പോലെ സിനിമ അന്യൻ തന്നെയാണ്, അല്ലേ? ഓർമ്മയില്ല. അതിൽ പറഞ്ഞ പോലെ എന്താ പറയാ റിമൂവ് ആവും ചില സമയത്തും, ചില സമയത്ത് വേറെ മറ്റേ ആളോ. അതേപോലെ ഡുവൽ പേഴ്സണാലിറ്റീസ് ആയിരിക്കും. അവർ പെട്ടെന്ന് അവര് പേഴ്സണാലിറ്റി എന്താണെന്നേ മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരെ കുറച്ച് സൂക്ഷിക്കുകയും വേണം. ഓക്കെ, അവരുടെ ഒറിജിനൽ പേഴ്സണാലിറ്റി ആയിരിക്കില്ല അവർ കാണിക്കുന്നുണ്ടാവുക. പിന്നെ അവർ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ ഇത് നോക്കുമ്പോൾ ഇത് കുറച്ച് ഇതുണ്ട്. ഓക്കെ, മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ എന്താണ് അവരെല്ലാം പിടിച്ച് അക്കൗണ്ട്സിലെല്ലാം ഇട്ട് ചിലപ്പോൾ പൈസ എപ്പോൾ പോയി ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇവർ ആബ്സെന്റ് മൈൻഡഡ് ആണ്, അൺഫോർഗിവിംഗ് ആണ്. ഓക്കെ, അത് പേഴ്സണൽ ഇതാണെന്ന് വെച്ചോളൂ, അൺഫോർഗിവിംഗ് ആണ്. ഓക്കെ, പിന്നെ അടുത്തതാണ് ഒ ഗ്രൂപ്പ്.
ഓ ഗ്രൂപ്പാണ് നല്ല ലീഡർഷിപ്പിന് ഏറ്റവും പറ്റിയ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓ ഗ്രൂപ്പാണ്. ഓക്കെ, അവര് പൊതുവെ മറ്റുള്ളവരെ ഒന്നിച്ച് ചേർത്ത് നിർത്തി നയിക്കാനും അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാറ്റിനും നല്ല രീതിയിൽ ശ്രമിക്കുന്ന ഒരാൾ. നിറയെ പേര് നിങ്ങൾ ഓ ഗ്രൂപ്പ് നിറയെ ഉണ്ടാവുമല്ലോ അല്ലെ? ഇപ്പൊ നിറയെ ഓ ഗ്രൂപ്പുകാരുടെ മനസ്സിൽ ലഡ് പൊട്ടുന്നുണ്ടാവും അല്ലെ? അപ്പൊ നിങ്ങൾക്ക് നല്ല ബിസിനസ് അല്ല, നല്ല രീതിയിൽ ടീമിനെ കൊണ്ടുപോകാനും ബിസിനസ്സിൽ കൊണ്ടുപോകാനും. ഇപ്പൊ നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങളൊരു MLM ഉള്ളവരാണെന്ന് വെച്ചാൽ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ടീം ബിൽഡിംഗ് വളരെ പ്രധാനമാണ് അല്ലെ? അവിടെ ഓ ഗ്രൂപ്പുകാരാണെങ്കിൽ നല്ല രീതിയിൽ വിജയിക്കും. പിന്നെ റിസൾട്ട് ഓറിയന്റഡ് ആണ്, ഒരു രക്ഷയില്ല, ഭയങ്കരമായിട്ട് റിസൾട്ടിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ്, ഫ്ലെക്സിബിൾ ആണ്, ജനറസ് ആണ്, കറേജിയസ് ആണ്. ഓക്കെ, ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം പറഞ്ഞ രണ്ടെണ്ണം തന്നെയാണ്. റിസൾട്ട് ഓറിയന്റഡ് ആണ്, ഗ്രേറ്റ് ലീഡേഴ്സ് ആണ്. ഓക്കെ, പിന്നെ ഇവര് ഒരു കുഴപ്പം എന്താണെന്ന് അറിയാമോ? പുറത്ത് കാണിക്കില്ല, പക്ഷെ ഭയങ്കര ജലസ് ആയിരിക്കും. ഓക്കെ, അവർ പുറത്ത് പിന്നെ ജലസ് ആയിരിക്കും. അവരിങ്ങനെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് കൊണ്ട് തന്നെ അവര് എന്താ പറയാ, ആ കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ ഭയങ്കര റൂഡായിട്ടാണ് പെരുമാറുക. ഓക്കെ, റൂഡ്നെസ് കുറച്ച് കൂടുതലാണ്. 10 മണിക്ക് വരാന്ന് പറഞ്ഞാൽ 11 മണിക്ക് വരും. ഓക്കെ, എന്നിട്ട് ഒരു കൂസലില്ലാണ്ട് പറയും ഒരു 5 മിനിറ്റ് വൈകി പോയിന്നത്. ഓക്കെ, അപ്പൊ പുവർ ടൈം മാനേജ്മെന്റിന്റെ ആൾക്കാരാണ്. അവർ കൂടുതൽ സെൽഫ് സെന്റേഡ് ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞ ഗ്രേറ്റ് ലീഡർ ആണെങ്കിലും ഇവർക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയ ആണ് കേട്ടോ. സെൽഫ് സെന്റേഡ് ആയിരിക്കും. അപ്പൊ അത് ഇതെല്ലാം ആണെങ്കിൽ തന്നെ ഗ്രേറ്റ് ലീഡർ ആണ്, റിസൾട്ട് ഓറിയന്റഡ് ആണ്, എല്ലാം ആണെങ്കിൽ ജനറസ് ആണ്, എല്ലാം ആണെങ്കിൽ അവര് ഞാൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെട്ടവരായിരിക്കും ഓ ഗ്രൂപ്പുകാരെ. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇൻഡെപ്ത് ആയിട്ടൊന്നും പോകാനൊന്നും പറ്റൂല. അവർക്കത് ഒരിക്കലും പറ്റൂല. ഓര് പറയുന്നത് എന്തായിരിക്കും വെച്ചാൽ എന്നെ കൊണ്ടാണെന്നും പറ്റൂല, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ വെച്ചാൽ ഞാൻ ചെയ്തു തരാം, പക്ഷെ എന്നെ കൊണ്ട് അതിന്റെ കുത്തി ഇരുന്ന് പണിയെടുത്ത് ഇതെല്ലാം കണ്ടുപിടിക്കുന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റൂല. അപ്പൊ ഇതാണ് ഈ 4 ഗ്രൂപ്പുകൾ. ഓക്കെ, അപ്പോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്തായാലും ശരി, നിങ്ങൾ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ആയാലും ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്നാലും അവരൊന്ന് അനലൈസ് ചെയ്യാൻ കൂടി ഇത് ഉപയോഗിക്കാം. സോറി, നല്ല ജലദോഷം. ഓക്കെ, അവർ അനലൈസ് ചെയ്യുന്നതിനും കൂടി ഇത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോ ഈ ഇത് ഉപയോഗിക്കുമ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ബയോഡാറ്റ അയക്കുന്നതിന് മുമ്പ് അവരോട് പറയാം, നിങ്ങള് നിങ്ങൾ ബയോഡാറ്റ അയക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ആഡ് ചെയ്യണം എന്ന് പറയാം. അല്ല, ഇൻ കേസ് അങ്ങനെയല്ല, നിങ്ങൾ വന്നിട്ടാണ് തരുന്നതെങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പ് എഴുതാൻ പറയാം. ഞാൻ നേരത്തെ കാണിച്ച സാധനം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് വേണമെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങളുടെ ടേബിളിൽ വെക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോ ഇതിൽ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൂടുതൽ കൂടുതൽ കൂടുതൽ, അതായത് എന്തൊക്കെ രീതിയിലാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ജീവനക്കാരെ കണ്ടുപിടിക്കാൻ കഴിയുക എന്നുള്ള ഒരു സ്റ്റഡിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്റെ വെബിനാറിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അറിയാം. ഓക്കെ, ഇപ്പൊ അടുത്ത വെബിനാറിന്റെ ഇത് ഇത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത വെബിനാർ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരുപാട് നമ്മൾ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ ജീവനക്കാരെ, പ്രത്യേകിച്ച് യുവാക്കളായ ജീവനക്കാരെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വരുന്ന മാസങ്ങളിൽ, വരുന്ന വർഷങ്ങളിൽ അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലെ? അപ്പോൾ നമ്മുടെ വെബിനാറിന്റെ ഇതും കൂടി ലിങ്ക്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക്, അതെല്ലാം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് ഉപയോഗപ്പെടും. ഇത് 90 മിനിറ്റ് വെബിനാർ ആയിരിക്കും. അതിൽ ഈ കാര്യം നന്നായിട്ട് പറയുന്നുണ്ടാവും. പക്ഷെ ഏറ്റവും പ്രധാനം എന്താണെന്ന് അറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പും ഈ പറഞ്ഞ കാര്യം എത്ര പേഴ്സണേജ് നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടെ നിങ്ങൾ താഴത്ത് കമന്റിലായിട്ട് ഇടുക. പിന്നെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. മറക്കാന്നല്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ. പക്ഷെ അങ്ങനെ പറയണ്ട, അതായത് മറക്കാന്ന് പറഞ്ഞാൽ മറക്കില്ല എന്ന് പറയും. എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന പറഞ്ഞ പോലെ. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് കൂടുതൽ ഇതേപോലെ വീഡിയോസ്, എല്ലാം ഉപകാരപ്രദമായ വീഡിയോ ഞാൻ അയക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ വെബിനാറിലും പങ്കെടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ സീരിയസ് ആയിട്ടുള്ള ഓണ്ടർപ്രണർ ആണെങ്കിൽ 90 മിനിറ്റ് മാറ്റിവെക്കാൻ സമയമുണ്ടെങ്കിൽ മാത്രം നമ്മുടെ വെബിനാറിൽ പങ്കെടുക്കാം. ഓക്കെ, സോ അതിനുള്ള ലിങ്കെല്ലാം, കാര്യങ്ങളെല്ലാം കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാനുള്ള ലിങ്കെല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് വേണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പും അതുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള അറിയുന്ന ജീവനക്കാരന്റെ എല്ലാം മാച്ച് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇടണേ. ഐ എം റിയലി ത്രില്ഡ്, അതൊന്ന് സീരിയസ് ആയിട്ട് തന്നെ എനിക്ക് അറിയണമെന്നുണ്ട്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഇയർ. താങ്ക് യു.